എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, ടൈല് ഹെഡ് ഇപ്പം എപ്പോഴും ഹെഡാണല്ലോ വീഴുന്നത് അല്ലേ? കോയി മാറ്റാനായി. ഓക്കെ, ഫസ്റ്റ് വൺ. ഓ, ഒരുപാട് വലിയ കിഴികളുണ്ട് കേട്ടോ, വളരെ വലിയ വലിയ കിഴികൾ. ഫസ്റ്റ് വൺ, വിടാമുയർച്ചി സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ തലാജിത്തിൻ്റെ 32 വർഷത്തെ സിനിമാ കരിയറിനെ ആൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത്. ഓക്കെ, പോസ്റ്റർ അതെ. അടുത്തത് താനാര സിനിമ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. 9-ാം തീയതി ആയിരുന്നു സിനിമ റിലീസ് പറഞ്ഞിരുന്നത്. അത് ഓഗസ്റ്റ് 23 മാറ്റിയിട്ടുണ്ട്. ഹരിദാസാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി സതി, യെസ്, അജു വർഗീസ് ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. വയനാടത്തെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അത് മാറ്റി വെച്ചിരിക്കുന്നത്. അതെ അതെ. അടുത്തത് ഹണ്ട്. ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഹണ്ട് സിനിമ 9-ാം തീയതി ആയിരുന്നു റിലീസ് പറഞ്ഞിരുന്നത്. നമ്മുടെ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഭാവന പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് 23. ഓക്കെ ഓക്കെ, ഓഗസ്റ്റ് 23 അപ്പോൾ രണ്ടെണ്ണമായി. വേറെ കുറേ സിനിമകൾ ആൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? അത് സത്യം. അടുത്തത് സൂക്ഷ്മദർശിനി. നമ്മുടെ ബേസിൽ ജോസഫ് നായകനാവുന്ന സിനിമ. നസ്രിയ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. MC ജിതിനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതായത് മെയിൻ നസ്രിയാണ്. അതിനുശേഷമാണ് ഇതിൽ ബേസിൽ ജോസഫ് വരുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞത് വെച്ച് ഇതൊരു നല്ല സിനിമയായിരിക്കും. യെസ്, നോക്കാം, കണ്ടറിയാം. ഓക്കെ, അടുത്തേക്ക് ഗുഡ് ബാഡ് അഗ്ലി. തലാജിത്ത് വീണ്ടും എൻ്റെ കൂടെ. അതായത് ഗുഡ് ബാഡ് അഗ്ലിയുടെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അതായത് 32 വർഷം. ഇത് എന്തൊക്കെയോ നമുക്ക് ഈ പോസ്റ്റർ വലിയ ഇഷ്ടമാകുന്നില്ല കേട്ടോ. ഫസ്റ്റ് ലുക്ക് അതില് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. കാണുന്നതൊക്കെ ഇങ്ങനത്തെ പോസ്റ്റർ വർക്ക് ഒരു സുഖമില്ലാഞ്ഞിട്ടേ ഒരുമാതിരി ജപ്പാന്റെ പോസ്റ്റർ കണ്ട പോലെ. ജപ്പാൻ സിനിമയുടെ പോസ്റ്ററും ഇങ്ങനെ തന്നെ, കുറെ ഗോൾഡും ഇട്ട് കുറെ കളറുള്ള ഡ്രസ്സും കുറെ ടാറ്റും അങ്ങനത്തെ കുറെ തന്നെയാണ് കോസ്റ്റ്യൂമും എല്ലാം അതേപോലെ സ്റ്റൈല് തന്നെയാണ്. സത്യം. നമ്മുടെ ഈ ഡ്രാഗൺ ചൂതാട്ടം കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടി തന്നെയാണ്. അടുത്തത് ദളപതി 69 സിനിമയില് മമിത ബൈജു പ്രധാന വേഷത്തിലെത്തും എന്നാണ് കേൾക്കുന്നത്. പിന്നെ സിനിമയുടെ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലുക്ക് കൺഫേം ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഗോട്ട് സിനിമയ്ക്ക് ശേഷം സിനിമയുടെ അനൗൺസ്മെന്റും ഉണ്ടാവും. സിനിമ ഗോട്ട് റിലീസ് ചെയ്തതിന് ശേഷം കേട്ടോ. വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു സിനിമ അതാവട്ടെ. നമുക്ക് എന്തായാലും ഗോട്ടിലുള്ള പ്രതീക്ഷ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ പ്രതീക്ഷ മാറ്റി വെക്കുന്നില്ല. എങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട് അവിടെ. വളരെ നല്ല കാര്യം. അടുത്തത് ഇന്ത്യൻ താത്ത, ഇന്ത്യൻ ടു സിനിമ. നീ ഭയങ്കര ലക്കാണല്ലോ, താത്തനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇന്ത്യൻ താത്ത ചിരിക്കാണ്ട് പൊളി കയറില്ലേ. ഓക്കെ, എന്തായാലും ഇന്ത്യൻ 2 OTT വരാൻ പോവാണ്. നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത് ഓഗസ്റ്റ് 9. വെയിറ്റിംഗ്. ട്രോളുകൾ കാണാനുള്ള വെയിറ്റിംഗ്. ചിരിക്കാനുള്ള ദിവസമാണല്ലേ. തങ്കലാങ് സിനിമയില് മാളവിക മോഹന്റെ ഒരു പോസ്റ്റർ പുതിയത് വന്നിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്ന പോസ്റ്ററാണ്. കിടില ലുക്ക്. ഓക്കെ, അടുത്തത് കൽക്കി സിനിമയുടെ OTT റിലീസ് ഓഗസ്റ്റ് 23. 23 അപ്പോൾ ഒന്നുകൂടിയായി. പിന്നെ OTT അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഹിന്ദി വേർഷൻ നെറ്റ്ഫ്ലിക്സിലും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആമസോൺ പ്രൈം. കൊള്ളാട്ടോ, അത് നല്ല കാര്യം. അടുത്തത് എന്തായാലും ആ സിനിമ വരുമ്പോ അതിങ്ങനെ റിപ്പീറ്റ് അടിച്ചിങ്ങനെ കണ്ടോണ്ടിരിക്കണം. അതിന് ആ ഫസ്റ്റ് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ സെക്കൻഡ് ഹാഫ് ഇരുന്നൊക്കെ കാണണം. സെക്കൻഡ് ഹാഫ് ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ വൈബ്. അടുത്തത് ബസൂക്ക സിനിമയുടെ ടീസർ ഓഗസ്റ്റ് 16 പുറത്തു വരും. അപ്പം എന്താണെങ്കിലും ഓഗസ്റ്റ് 16 വരാം. 10 ശേഷം 6 ദിവസത്തിനുള്ളിൽ തകർക്കാം.
ബസൂഖൻ്റെ എനിക്ക് തോന്നുന്നു അതായത് 2 വർഷമായില്ലടാ അത് അനൗൺസ് ഒക്കെ ചെയ്തിട്ട് ഏതാണ്ട് 2 വർഷമൊന്നും ആയിട്ടില്ലല്ലോ. 2 വർഷമായിട്ടൊന്നുമില്ല. ഇല്ല ഏയ് എനിക്ക് അങ്ങനെ തോന്നുന്നു. കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ഇനിയും ഉണ്ട് കേട്ടോ, തീർന്നിട്ടില്ല. 3 ദിവസത്തെ ഷൂട്ട് ഇനിയും ബാക്കിയുണ്ട്. അത് അതിൻ്റെ ഇടയ്ക്ക് കുറെ മറ്റേ പരിക്ക് പറ്റിയിട്ട് പിന്നെ നമ്മുടെ ഹക്കീമിന് പരിക്ക് പറ്റിയതും അങ്ങനെ കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗൗതം മേനോന്റെ ആളെ കിട്ടാതിരുന്നത് അതറിയാലോ, ആളുടെ പ്രശ്നം അറിയാലോ അല്ലേ. ആടെ എല്ലായിടത്തും അങ്ങനെ, എവിടെയും കിട്ടൂല. എന്തായാലും എനിക്ക് തോന്നുന്നത് 1.5 വർഷത്തിന് മുകളിലായില്ലേ. 1.5 വർഷമൊന്നും ആയിട്ടില്ലടാ. ഇല്ല, പാക്കപ്പ് പറഞ്ഞിട്ട് തന്നെ 1 വർഷമായില്ലടാ. അല്ല 1 വർഷമോ പാക്കപ്പ്? 1 വർഷമായി. അതായത് മമ്മൂക്കയുടെ 1 വർഷത്തിന് മുകളിലായി ഉണ്ടാവും. മമ്മൂക്കയുടെ പോർഷൻ തോന്നുന്നില്ല കേട്ടോ. 1 വർഷത്തിന് മുകളിലോ? ഒന്ന് പോയവിടുന്ന് ഒരു കൊല്ലത്തിന് ഉള്ളിലൊക്കെ ആവുന്നേ ഉണ്ടാവുള്ളൂ. എന്താണെന്നറിയാം അങ്ങനെ തോന്നാൻ കാരണം, അതായത് മമ്മൂക്കയുടെ ബർത്ത്ഡേന്റെ മുമ്പല്ലേ ആളുടെ ബസൂക്കയുടെ പോർഷൻ കഴിഞ്ഞത്. ബർത്ത്ഡേന്റെ മുന്നേ ബസൂക്കയുടെ പോർഷൻ കഴിഞ്ഞു പോയടാ അവിടുന്ന്. ഇപ്പൊ അടുത്ത ബർത്ത്ഡേ ആവാനായി. പക്ഷെ എന്നാലും അതിന് മുന്നേ ആണോ തീർന്നത്? ഇല്ലേ, ഇല്ല. ബസൂക്കന്റെ ഒരു പോസ്റ്റർ വന്നല്ലേ ഇത് അന്ന് ബർത്ത്ഡേക്ക്, ആ കർട്ടൻ വലിച്ചിടുന്ന ഒരു സാധനം. അതൊന്നല്ല, അതൊക്കെ അതിന്റെ മുമ്പ്. പോടാ അവിടുന്ന്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്ന സാധനല്ലേ അത്? എന്തായാലും ഞാൻ എടുത്തില്ലേ? എടുത്തു. ഇനി പറഞ്ഞു. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയുടെ സെക്കൻഡ് ടീസർ വരാൻ പോകുന്നു. ഗ്ലിംസ് വീഡിയോ, അതായത് ഇതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 49 സെക്കൻഡാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. പറക്കുമായിരിക്കും നല്ല സീനുകൾ ഏതൊക്കെയാണ്. 15-ാം തീയതി, അതായത് ഓഗസ്റ്റ് 15-ന് പുറത്തു വരുന്നു. നമുക്കുണ്ടായിരുന്നൊക്കെ പോയി, ഇനി അതിലേക്ക് നോട്ടമല്ല. അതിൽ നിന്ന് നമുക്കൊന്ന് അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഏതിലേക്കാ? ടീസറിലേക്ക് നോക്കാലോ. ഫസ്റ്റ് ഗ്ലിംസ് നല്ലതായിരുന്നു. ഗ്ലിംസ് ഗംഭീരമായിരിക്കും. ഞാൻ ഇപ്പോഴും പറയാം, സൂപ്പർ ആയിരിക്കും ഗ്ലിംസ്. പക്ഷെ സിനിമയിൽ ആ ക്യാരക്ടർ ഉണ്ടോ? അടുത്തത് L360. ഓക്കെ, അരുൺമൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ്റെതായി വരെ പുറത്തു വരുന്ന സിനിമ അല്ലേ? ലൊക്കേഷൻ സ്റ്റില്ല്. നൈറ്റ് ആണ് അല്ലേ, ഫുള്ള് മഴ. ഈ മഴക്കാലത്ത് എന്തിനാ മഴ പെയ്യിപ്പിക്കുന്നതല്ലേ? അതൊരു സത്യം. അത് സത്യമല്ല, മഴ എന്ന് പറയുന്നത് പല രീതിയിലായിട്ട് പെയ്യാ, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ കണ്ടിന്യൂറ്റി പോകും. ലോജിക്ക് വെച്ച് സംസാരിക്കും. ഇപ്പൊ ഒരു 3-4 ദിവസത്തെ മുന്നേ ആയിരുന്നെങ്കിൽ ഒരു കണ്ടിന്യൂറ്റിയും പോവില്ല, കണ്ടിന്യൂസ് അത് ഒരേ റേഞ്ചിൽ കിട്ടുമായിരുന്നു. അടുത്തത് മരണമാസം സിനിമ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ബേസിൽ ജോസഫ് നായകനാവുന്ന സിനിമയാണ്. ഓക്കെ, ബേസിൽ 7-ാം തീയതി ജോയിൻ ചെയ്യും കേട്ടോ. അതായത് ഓഗസ്റ്റ് 7. ഇനി 2 ദിവസം, നാളെ കഴിഞ്ഞ്. ഓക്കെ, അടുത്തത് 1 വർഷം ആയില്ലേ? ചേട്ടാ നിർത്തിയില്ലായിരുന്നോ? 1.5 വർഷമായി. ദേവദൂതൻ ആൻഡ് സ്ഫടികം നമ്മുടെ റിലീസ് ചെയ്ത 2 സിനിമകളാണ് ലാലേട്ടൻ്റെ വെടിച്ചില്ല് സിനിമകൾ. ഇത് സ്ഫടികത്തെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കളക്ഷൻ്റെ കാര്യത്തിൽ. ദേവദൂതൻ സ്ഫടികം 3.1 ആയിരുന്നു കളക്ഷൻ നേടിയിരുന്നത് CR. ഇപ്പം ദേവദൂതൻ 3.25 CR. അതായത് വർക്ക് നല്ല രീതിയിൽ ചെയ്താൽ വിജയിക്കും എന്നുള്ളതിന് തെളിവാണ്. മറ്റൊരു തെളിവ് കൂടി തീർച്ചയായിട്ടും. അതായത് തട്ടിക്കൂട്ട് പരിപാടി അല്ലാതെ ശരിക്കും ദേവദൂതൻ അത്രത്തോളം മികച്ച വർക്കാണെന്നാണ് കണ്ടവർ പറഞ്ഞത്. കണ്ട ആൾക്കാർ മൊത്തം പറഞ്ഞിട്ടുണ്ട് ഒരു രക്ഷയില്ല. കുറേ സംഭവങ്ങൾ മാറ്റിയിട്ടുണ്ട് അല്ലേ? കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഒന്നും കൂടി ഒരു ഫ്രഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടത്. എന്താണെങ്കിലും കാത്തിരിക്കാം. എന്ത് കാത്തിരിക്കാം? പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി. ശരിയാ, നാളെ ഇനി വേണമെന്ന് ചെയ്യണല്ലോ അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.